ഹലോ ഗൈസ്, വെൽക്കം ടു റാപ്പോ ടോക്സ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇവരുടെ കുറച്ച് ഗ്രൂമിങ്ങും ട്രെയിനിങ് ഒക്കെയാണ്. അപ്പൊ നമുക്ക് വീഡിയോ വെക്കാം. പിന്നെ ഈ വീഡിയോ അല്ല എല്ലാ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇവരെ ഒന്ന് ബ്രഷ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് റാംബോനെ തന്നെ ബ്രഷ് ചെയ്യാം. കാണാം. നമ്മുടെ ബ്രഷ് എന്ന് പറയുന്നതാണ് റെഡ് എന്ന് പറയുന്നത് പോപ്പിയുടെ, ബ്ലാക്ക് എന്ന് പറയുന്നത് റാബോയുടെയാണ്. ഒന്ന് ചെയ്യുക. ഫസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് ചെയ്യേണ്ടത്. പോപ്പി റാംബോ റാംബോ അങ്ങ് വാടാ. റാംബോ വാടാ. റാംബോ അത് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്താൽ ഇവരുടെ ദേഹത്തുള്ള പൊഴിഞ്ഞു പോയ രോമങ്ങളൊക്കെ നമുക്ക് പോരും. അപ്പോൾ നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ല പൊഴിഞ്ഞിരിക്കുന്ന രോമങ്ങളൊക്കെ ഇങ്ങനെ ചീകി കളഞ്ഞില്ലെങ്കിൽ ഇവരുടെ ദേഹത്തുനിന്ന് ബാഡ് സ്മെല്ലൊക്കെ വരും. പിന്നെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നല്ലോണം നടക്കും. പിന്നെ പുതിയ രോമങ്ങളൊക്കെ വളർന്നു വരും. പിന്നെ ഞങ്ങൾ മന്ത്ലി 2 പ്രാവശ്യം കുളിപ്പിക്കുന്നുണ്ട്. വീക്കിലിയും ഇങ്ങനെ ബ്രഷ് ചെയ്യാറുണ്ട് 2 ദിവസം. റാംബോയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇതുപോലെ അവരുടെ പൊഴിഞ്ഞിരിക്കുന്ന രോമങ്ങളൊക്കെ വരും. അത് നമ്മൾ എടുത്തു കളയണം. ബ്രഷിൽ നമ്മളെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി നോർമലായിട്ടാണ് ചെയ്യേണ്ടത്. നമുക്ക് നോർമലായിട്ട് തന്നെ ചെയ്യാം. നോർമലായിട്ട് ചെയ്യണം. തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യില്ലെങ്കിലും ചെയ്യി കഴിഞ്ഞിട്ട് ഇതിൽ വന്നതിനും ചെയ്യുന്നതിന് മുമ്പ് വരും. ഡോഗ്സിനൊക്കെ ചെയ്യുമ്പോൾ നല്ല സുഖം. റാംബോ നല്ല സുഖിച്ച് നിൽക്കുവാണെങ്കിൽ ഡോഗ്സിനൊക്കെ ചെയ്യുമ്പോൾ നല്ല സുഖം. അത് റാംബോ കണ്ണടച്ച് ഉറങ്ങുന്ന പോലെയൊക്കെ നിൽക്കുന്നത്. അടുത്ത നെയിൽ കട്ടിങ്ങും പരിപാടിയാണ്. പിന്നെ പോപ്പിക്ക് കണ്ണൊക്കെ എഴുതി കൊടുക്കണം, പൊട്ടൊക്കെ തൊടണം. പോപ്പിനെയും ബ്രഷ് ചെയ്യാനുണ്ട്. ഇവളുടെ രോമം പെട്ടെന്ന് ഇങ്ങനെ കൊഞ്ഞു കൊഞ്ഞു പോവാ. ഇവളുടെ രോമങ്ങളൊക്കെ കൊഞ്ഞു കൊഞ്ഞു പോവാ. റാംബോനെ ചെയ്തിട്ട് വേണം പോപ്പിനെ ചെയ്യാൻ. പിന്നെ കാത്തിരിക്കുകയാണ്. അതുപോലെ വാലൊക്കെ ചെയ്യില്ലെങ്കിൽ ഇതുപോലെ ജടയൊക്കെ വരാറുണ്ട്. ഒരുപാട് ജട വന്നാൽ നമ്മളത് കട്ട് ചെയ്തുള്ളതിൻ്റെ ഒക്കെ വരും. അടുത്ത പോപ്പിനെ ബ്രഷ് ചെയ്തിട്ടായിട്ട് പോപ്പി ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുക. പോപ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രഷ് ചെയ്യുന്നതൊക്കെ. ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് ചെയ്യാനൊക്കെ എളുപ്പമുണ്ട്. റാംബോ അനങ്ങാണ്ട് നിന്നോളും. അടുത്ത നെയിൽ കട്ടിങ് ഒക്കെയാണ്.
നമ്മൾ ഓപ്പോസിറ്റ് ചെയ്യിക്കഴിഞ്ഞാലും നന്നായിട്ട് ചെയ്യിക്കഴിഞ്ഞാലും ഇതുപോലെ തന്നെ പൊഴിഞ്ഞു പോയ രോമങ്ങളൊക്കെ വരാറുണ്ട്. അത് പിന്നെ 2 തവണ നമുക്കിത് റിമൂവ് ചെയ്ത് കളയേണ്ടി വരും. അപ്പോൾ നമ്മൾ റാംബോനെയൊക്കെ ചെയ്യുന്ന നല്ല സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത് നമുക്ക് അച്ചുചേട്ടായാണ് ചെയ്യുന്നത്, പോപ്പിനെയാണ് ചെയ്യുന്നത്. പോപ്പിയുടെ റെഡ് ബ്രഷിന്റെ കളറ്. അങ്ങനെ ഉണ്ടായിരുന്നു ചെയ്ത് പൊളിയല്ലായിരുന്നു അല്ലേ? അവന് പിന്നെ നല്ല സുഖമില്ല. പോപ്പിയുടെ ഭയങ്കര രോമൻ ചേട പിടിച്ചിരിക്കുകയാണ്. ഓവർ ലെങ്ത് അല്ല, പോപ്പിയുടെ ഷോർട്ട് ഹെയർ ആണ്. പക്ഷെ റാംബോയുടെ ഹെയർ ഭയങ്കര ലെങ്തി ഹെയർ ആണ്. ഇവളുടെ വെറൈറ്റി ഹെയർ ആണ്. പിന്നെ ഭയങ്കരമായിട്ട് ചേടയും പിടിച്ചിരിപ്പുണ്ട് പുറത്തൊക്കെ. ചിലപ്പോൾ കട്ട് ചെയ്യേണ്ടതൊക്കെ വരും. നമ്മൾ റാംബോനെ ആലപ്പുഴയിലാണ് വാങ്ങിച്ചത്, ഇവളെ നമ്മൾ ചാലക്കുടിയിലാണ് വാങ്ങിച്ചത്, തൃശ്ശൂർ ചാലക്കുടി. നമ്മൾ പോപ്പീനെ വാങ്ങിച്ചത് 2 മാസം പ്രായമുള്ളപ്പോഴായിരുന്നു. റാംബോനെ വാങ്ങിച്ചത് 3 മാസം പ്രായപ്പോഴായിരുന്നു. അപ്പൊ നമ്മൾ പെരുമ്പാടിലായിരുന്നു താമസിച്ചോണ്ടിരുന്നത്. ഉറങ്ങിയോടാ? റാംബോനെയൊക്കെ ചീകിയപ്പോ തന്നെ അവനങ്ങ് ഉറങ്ങിപ്പോയി. നല്ല സുഖിച്ച് അങ്ങ് കിടക്കുവാണ്. പോപ്പിക്ക് ചില നേരത്തുള്ള അനുസരണം മാത്രമേ ഉള്ളൂ. ചില നേരത്ത് പറയുന്നത് പോലും കേൾക്കത്തില്ല. അങ്ങനെ പോപ്പയുടെ രോമങ്ങളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അത് കാലാവസ്ഥയുടെ കുഴപ്പമാണ്. ചൂടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നത്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഓപ്പോസിറ്റ് സൈഡൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഇത് ബ്രഷ് ക്ലീൻ ചെയ്യാം. ഇനി നോർമലായിട്ട് ബ്രഷ് ചെയ്യാം. ഈ ബ്രഷ് ചെയ്യുമ്പോൾ ഈ ചേടയൊന്നും പോയില്ലെങ്കിൽ നമുക്കിത് കട്ട് ചെയ്ത് കളയേണ്ടി വരും. ഈ ചേടയൊക്കെ പുറത്ത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ. റാംബോ നല്ല സുഖിച്ച് കിടക്കാണ്. ഉറങ്ങി ഗൈസ് റാംബോ. ഇങ്ങനെ തൂത്തു കൊടുക്കുമ്പോൾ നല്ല സുഖം കിട്ടി നന്നായിട്ട് ഉറങ്ങിക്കോളും.
നോർമലായിട്ട് ഇവളുടെ ഹെയറൊക്കെ ചീകി കഴിഞ്ഞു. നമുക്ക് ക്ലീൻ ചെയ്യണം. ബ്രഷിങ് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത നമ്മളെ നെയിൽ കട്ടിംഗ് ആണ്. ഞങ്ങൾ ചെയ്ത ഇവർ രണ്ടുപേരും അടങ്ങിയിരിക്കില്ല, അതുകൊണ്ട് അച്ഛയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ആദ്യം പോപ്പിയുടെ നെയിൽ കട്ട് ചെയ്യാം. റാംബോ നല്ല ഉറക്കം, അതുകൊണ്ട് നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് റാംബോടെ കട്ട് ചെയ്യാം. രണ്ടുപേരും ചീകി നല്ല സുന്ദരനും സുന്ദരിയൊക്കെ ആക്കിയിട്ടുണ്ട്. പോപ്പിയുടെ ദേഹത്ത് കുറച്ച് ചെടയൊക്കെ ഉണ്ട്. അത് ഇവിടെ ഷോർട്ട് ഹെയർ ആയതുകൊണ്ട് പെട്ടെന്ന് നനഞ്ഞൊക്കെ കഴിഞ്ഞാൽ ചെട പിടിക്കും. റാംബോയ്ക്ക് പക്ഷേ ആ വിഷയമില്ല. ഇതിനിപ്പം ഇവിടെ നിന്ന് രണ്ടെണ്ണമൊക്കെ കണ്ടമാനം കട്ട പിടിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് മുറിച്ച് കളയേണ്ടി വരും. അപ്പം നമുക്ക് നെയിൽ കട്ടിങ്ങിലേക്ക് ഇറങ്ങാം. കട്ടറെന്ത് ഇതോടുണ്ട്. ഇത് നമ്മൾ നോർമൽ നെയിൽ കട്ടർ തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അടി പോപ്പിയിരിക്കും. പോപ്പിപ്പെണ്ണ നിന്റെ നെയിൽ കട്ട് ചെയ്യണ്ടേ എടി? ഇത് നെയിൽ കട്ട് ചെയ്യാനായിട്ട് ബലം പിടിക്കും, നമ്മൾ പിടിച്ച് നിർത്തേണ്ടി വരും. ഇത് നോർമൽ എന്ന് പറഞ്ഞാൽ ശകലം വലിപ്പമുള്ള കട്ടറാണ്. നമ്മൾ നോർമൽ നെയിൽ കട്ടറല്ല, ശകലം വലിപ്പമുണ്ട്. ബാ അവിടെ ഇരുന്നു. ബാ ഇരിക്കുക. അങ്ങനെ കിടന്നു വളർത്തണം. നെയിൽ കട്ട് ചെയ്ത് തരാവേ. അവിടെ കിടന്നു. നേരം ഒന്ന് ചൊറിഞ്ഞ് സുഖപ്പെടുത്തിയില്ലെങ്കിൽ കിടക്കുകയല്ല. റാംബോ അവിടെ കിടപ്പുണ്ട്, ചൊറിഞ്ഞുകൊണ്ടിരി. ഓവർ കട്ട് ചെയ്യണ്ട. ഒരു ഇതിൻ്റെ അറ്റം മാത്രം ഒരു ശകലം കട്ട് ചെയ്ത് വിട്ടാൽ മതി. ആ കൂർത്ത് നിൽക്കുന്ന ഭാഗം മാത്രം നോർമലായിട്ട് ശകലം കട്ട് ചെയ്ത് വിട്ടാൽ മതി. ഒത്തിരി കയറ്റി കട്ട് ചെയ്യല്ല. ഒത്തിരി കയറ്റി കട്ട് ചെയ്ത് അവർക്ക് ഇതന്നെ എടുക്കും. നമ്മുടെ നേരത്ത് കൊണ്ട മുറുകിയല്ലാത്ത രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് വിട്ടാൽ മതി. ആ മുനച്ച് നിൽക്കുന്ന ഭാഗം മാത്രം അടുത്ത് കൊണ്ട് സൂം ചെയ്ത് കാണിക്കും. ഇതുകൊണ്ട് ഇത്ര ഇങ്ങനെ കൂർത്ത് നിൽക്കുന്നുണ്ടോ? അതിൻ്റെ ഒരു ശകലം ഈ നെയിൽ കട്ടർ കയറുന്ന ഒരു ഭാഗം ഒരു ഇത്രം ഉണ്ടോ? ശകലം കട്ട് ചെയ്തൊന്ന് കളഞ്ഞിട്ട് ഒന്ന് ആ മൊനെ മാത്രം കളഞ്ഞാൽ മതി. ഇതുണ്ടോ ഇങ്ങനെ കളഞ്ഞാൽ മതി. ഇവിടെ ഒരു നഖമുണ്ട്. ഇതാണ് കൂടുതൽ നമ്മുടെ ദേഹത്ത് കൊള്ളാൻ ചാൻസ് ഉള്ള. കാലയിലൊക്കെ കെട്ടിപ്പിടിച്ച് ചാടി കയറുമ്പോൾ അത് കാരണം കൊണ്ടുവന്നിട്ട് ചെയ്താൽ കുഴപ്പമില്ല. ഇവർക്ക് വാക്സിൻ എടുക്കാൻ സമയമായിട്ടുണ്ട്, റാബിസിൻ്റെ. അതുകൊണ്ട് ഇനി എടുപ്പിക്കണം. നീ കേട്ടോ ഓപ്പി അടങ്ങി കിടക്കടി സുന്ദരി. അങ്ങനെ നിർത്തിക്കാം. ബാ അങ്ങനെ വിട്ടേ. നഖം വെട്ടണ്ടേ? ഇവരുടെ കണ്ണൊന്ന് പേപ്പറെടുത്ത് തുണിയെടുത്ത് തുടച്ചു കൊടുക്കണം. എടി വാവച്ചി, നനഞ്ഞ തുണി അവിടെ ബക്കറ്റില്ലേ, കഴിഞ്ഞ ദിവസം തുടച്ച തുണിയാണ്. വെച്ചാൽ വെയിലായതുകൊണ്ട് നല്ല ചൂടല്ലേ ഇപ്പം. അപ്പം ഈ ചൂട് കൂടി കഴിയുമ്പോഴത്തേന് ഇവരുടെ കണ്ണൊക്കെ ഇത് വരും. ഇടയ്ക്ക് കുളിപ്പിക്കുമ്പോൾ കുറച്ച് ദിവസത്തിന് കുഴപ്പമില്ല. വീണ്ടും അതിങ്ങനെ ഈ വെള്ളം എടുക്കാൻ തുടങ്ങും. അപ്പം നമ്മൾ എന്നും രാവിലെ തുണി നനച്ച് തുടച്ചു കൊടുക്കുന്നത് നല്ലതാണ്, ചൂട് സമയമായതുകൊണ്ട്. ഇവിടെ വാവിച്ച് അങ്ങോട്ട് പോയാൽ ആ കൂടെ പോകാനാ. ഇവിടെ നാം പറ്റണ്ടേ? കിടക്കടി ഓപ്പി. നീ എന്നാ ചാട്ടവാടി ആണ്. അവനും എഴുന്നേറ്റു. ഇനിയും കുളമാക്കും മൊത്തം. അവിടെ റാംബോ വന്നടി. എന്നാ റാംബോ? എന്നാ നിന്റെ താമം പറ്റണോ? റാംബോ ഉറക്കപ്പിച്ച നിന്റെ താമം പറ്റണോ? അവിടെ എന്നാ കുഴപ്പം? ഇവിടെ കിടക്ക. അയ്യോ ഓപ്പിക്ക് അവിടെ ഇരിക്കും. ഞാൻ തോറ്റോളാം. ഇവിടെ പിടിച്ച് ഇവിടെ വന്നു. ഓപ്പി ഇറങ്ങിരി. ഓപ്പി ഇറങ്ങിയിരിക്കണം. ഞാൻ കച്ചു വെച്ചല്ലേ? ഞാൻ കച്ചു വെച്ചു. അടങ്ങി ഇരിടി. ഓ ഇതവിടെ കൊണ്ടുപോവാ കാല്. ഇരിക്കവിടെ. സിപ്പ് റാമ്പയാണോ? ഒരു കുഴപ്പമില്ല. ആ എവിടെ ഇരി. ചൊറിഞ്ഞു കൊടുത്താലേ വേണ്ട നിൽക്കുള്ളൂ.
കാരണം നെയിൽ കട്ട് ചെയ്യുന്ന കട്ടറൊക്കെ പെറ്റ് ഷോപ്പുകളിൽ മേടിക്കാൻ കിട്ടും. ഇപ്പം നമ്മൾ നോർമൽ ഒരു നെയിൽ കട്ടർ കൊണ്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ആ കാര്യം ഇനി ഈ കാര്യം അങ്ങോട്ട് തിരിച്ച് കോപ്പി പിന്നെ അടി അത് മട്ടണ്ട അതിൻ്റെ ഞങ്ങളുടെ ദേഹത്തെല്ലാം കൊള്ളിക്കാനല്ലേ കിട്ടാതെ പിടിക്കേ. അങ്ങനെ കോപ്പിയുടെ നഖം വെട്ടിക്കഴിഞ്ഞ് ആ തുണി നനഞ്ഞ് ബാ ഇരിക്കും. ദേഹത്ത് മൊത്തം രോഗമാണ്. കണ്ണുകളില്ല. ഒരുങ്ങണ്ടേ, സുന്ദരിയാകണ്ടേ. ഇതുപോലെ ബ്രഷ് ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ രാവിലെ കണ്ണൊന്നും എഴുതിയില്ല കൈസ്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇവിടെ കണ്ണൊക്കെ എഴുതി സുന്ദരിയാക്കാൻ പെണ്ണിനെ. ഇനി അവനെ ഇതാ അവിടെ റാമ്പോ ഉറക്കപ്പിച്ച ഇവിടെ ബാ റാമ്പോ ആമ്പട്ടാ ബാ റാമ്പോ ഉറങ്ങാൻ കയറുവാണേ. റാമ്പോ ഉറങ്ങാൻ കയറും. ഉറങ്ങാനുള്ള പ്ലാനാ റാമ്പോ. അതുകൊണ്ട് ഉറങ്ങുവാ നടന്നുകൊണ്ട്. അവിടെ നഖവും കൈയും കൂടി ഞെരാവോ? നഖം വെട്ടായിരുന്നു സാറേ. റാമ്പോ ഉറക്കുക. ഒന്നും ഇല്ലേ, നഖം മാത്രമേ വെട്ടുന്നുള്ളേ. നോക്കില്ല. നീക്കേ ഉറങ്ങിക്കോ സാർ ഉറങ്ങിക്കോ. ആ ഉറങ്ങിക്കോ. ഉറങ്ങുന്നുണ്ടോ? അതുകൊണ്ടോ ഇങ്ങനെ പറ്റി ഉറങ്ങി. ഈ കൈ നാടോ. ഓ അവന് മനസ്സിലായി. ഇനി വാ കണ്ടോ വാവച്ചിയുടെ മടി. വാടോ. കോപ്പി എന്തോ തുളസി തിന്നാൻ പോകണോ? ഇത് പെണ്ണുമ്പിള്ള എന്നാടാ താമ്പ കാണിക്കുന്നത്? തുളസി എല്ലാം കടിക്കുന്നു. അങ്ങനെ 2 കായ് കഴിഞ്ഞ് ഇനി വാവിച്ച് പിടിക്കേണ്ട ഒരു വീഡിയോ കാലേ വെട്ടണമെങ്കിൽ വാടാ സംഭവം നിൽക്കുകയല്ലേ ഇനി. വാ എന്നാ പറ്റി? ഇവിടെ നിന്ന് വേദന എന്നാ? കഴിക്ക്. പിടിക്ക്. അങ്ങനെ ആയിക്കോട്ടെ. അതോളെ കിടപ്പിക്കും. കുഞ്ഞുനാൾ ഉറങ്ങട്ടെ. ഞാനാകുമ്പോ അത് നടക്കുള്ളൂ ഗൈസ്. കോപ്പി പോകാനല്ലേ നേരത്തെ പോലെ. ഞാനിക്ക് ആകുമ്പോ വാ അടങ്ങിയിരിക്കാകുമ്പോ. കോപ്പി തന്നെ അടി. കോപ്പിക്ക് കുഴപ്പമില്ലായിരുന്നല്ലോ അതാകുമ്പോ ഇത്ര. നിനക്കാണോ ഇപ്പോൾ കുഴപ്പം? അടങ്ങിയിരുന്നോണ്ടിരുന്നോ? വീഡിയോ എടുക്കുക കണ്ടോണ്ടാണോ റാമ്പോയ്ക്ക് വിഷയം? അങ്ങനെ 2 പേരുടെ നഖം വെട്ടി കഴിഞ്ഞിരിക്കുകയാണ് കേസ്. ഇനി റാമ്പോടെ കണ്ണും കൂടെ തുറച്ചു കൊടുക്കാം. റാമ്പോ കണ്ണ് കാണിച്ചു.
പോപ്പിയുടെ കണ്ണ് റെഡിയായി വരി. ഈ റാംബോ ഇന്നലെ കടിച്ചത് മാറ്റമുണ്ട്, മാറി. ആ ചുമന്ന കളർ ചെറിയാറുണ്ട് സൈഡിൽ കൂടെ, കണ്ടോ അല്ലേ? എടി ബാബുജി, അങ്ങനെ നഖം വെട്ടും ബ്രഷിങ്ങും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തരാ റാംബോ, എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ. ഹായ് ഹായ് ഗൈസ്, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. നമ്പർ ഷെയ്ക്കാൻ, നമ്പർ സിറ്റ് സിറ്റ് സിറ്റ്. റാംബോ കം. അകത്തോട്ട് പഠിക്കുന്നു. അവൻ്റെ അമ്മച്ചിയുടെ അടുത്ത് പോയതാ. നീ കണ്ണെഴുതണ്ട പോപ്പിയുടെ. ആ പോപ്പിയുടെ കണ്ണെഴുതാം. പോപ്പി പാടി ഇതെടുത്തോണ്ട് പാടി. ഇതിൻ്റെ എൻ്റെ പെൻസിൽ എടുത്തോണ്ട് വാ പോപ്പി വാ. എന്നാ വാ വാ ഇവിടെ ഇവിടെ അവച്ച് എഴുതു പടി. അത് ഇന്നത്തെ പോലെ കുളവാക്കുമോ? നീ പിടിച്ചാൽ ഞാൻ എഴുതാതെ. പിടിക്ക് വാ. കണ്ണെഴുതണ്ടേ, നമുക്ക് സുന്ദരി കുഞ്ഞാണ്ടേ. സുന്ദരി കുഞ്ഞാണ്ടേ. സുന്ദരി കുഞ്ഞാണോ? ആണോ? ആണോ? സുന്ദരി ആണോ? ചൊറിഞ്ഞു ഇങ്ങനെ ചൊറിഞ്ഞു. അത് ചൊറിഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഇരിക്കാനോ. വാ നമുക്ക് കണ്ണെഴുതാം പോപ്പി കുഞ്ഞേ. അണങ്ങിരി അണങ്ങിരി. കണ്ണെഴുതി. സുന്ദരിയാ, സുന്ദരി സുന്ദരി സുന്ദരിയെ, സുന്ദരി സുന്ദരി സുന്ദരിയെ, പോപ്പി സുന്ദരിയേ, പോപ്പി സുന്ദരിയേ. വരയെ കൂടെ തന്നെ അങ്ങ് വരച്ചാൽ മതി. മമ്മിയാണ് കഴിഞ്ഞ ദിവസം ഇവർക്ക് കണ്ണെഴുതി കൊടുത്തതേ. അവൾ കഴിക്കാത്ത പാചകത്തിലാണ്. ക്യാമറയുടെ മുന്നിൽ വരാനൊരു നാണം. അതൊക്കെ നമുക്ക് കൊണ്ടുവരാം. ഇല്ലേ ബാബച്ചി? എടാച്ചു തിരിച്ചേരി കൂട്ടിക്ക് തിരിക്കണം. റാംബോ തന്നെ പോയി തിന്നുന്നതെന്ന് നോക്കി. ഇനിയുണ്ട് ഇനിയുണ്ട്. ആ അത് കുഴപ്പമില്ല, ഉള്ളതുകൊണ്ട് പിടിക്കടി അവനെ അവളെ എനിക്കടി. നല്ല വെയില. കോപ്പി അല്ല ഇവളല്ലേ ഇപ്പൊ എല്ലാവരും. ഇത് കൊണ്ടോ ഫൈനൽ ടച്ച്. പൊട്ടാണ് ഞങ്ങളുടെ സിന്ദൂര പൊട്ട്. എനിക്കടി കോപ്പി അവിടെ പൊട്ട് വരയ്ക്കട്ടെ. അച്ഛയുടെ പൊട്ടൊക്കെ ആയാലും വലിയ പൊട്ട. ഉണ്ടോ പാടി കോപ്പി. പൊട്ട് വേണ്ടേ? ആ മതി, ഇന്നത്ര മതി. വാ വാ ഇവിടെ കാണിക്കേ കാണിച്ചേ കാണിച്ചേ. ഓ റാംബോ എവിടെ എന്ത് പോയി തിന്നുന്നോർത്ത് പോവാ. അവന് തന്നെ ഒന്ന് കൊടുക്കല്ലേ. ഇങ്ങോട്ട് വാ വാ നോക്കട്ടെ. വാ പോപ്പി ഇങ്ങോട്ട് ഇങ്ങോട്ട് തൊടലെ പിടിക്കും. വാ വാ റാംബോയെ വിളിച്ചേ. റാംബോ അവിടെ പോയി തിന്നുന്നുണ്ടോ? വാ വാ പോപ്പി പോപ്പി. റാംബോ റാംബോയെ പിടിച്ചോണ്ടോ? അവനകത്തിരിക്കുന്നുണ്ട് പ്രാളപ്പെടുന്നത്. അത് അവന് മാത്രം എന്താ കഴിക്കാൻ കൊടുക്കുന്നോർത്താ. അസൂയ അസൂയ. എനിക്ക് തരാതെ അവന് കൊടുക്കട്ടത്. കെട്ടിയനിപ്പോ വരുമോ? റാംബോ വന്നേ റാംബോ വന്നേ റാംബോ. എന്താടോ ഒച്ചയ്ക്ക് തിന്നാൻ പോയത്? പിടിക്കും പിടിക്കും, അവനെ തുറന്നേ പിടിക്കും. എൻ്റെ അകത്ത് കയറിക്കും. എല്ലാവരും കാണിച്ചാ പോപ്പിച്ച്. എന്ത് പാടി പോപ്പി വഴക്കാളി. ഇങ്ങോട്ട് നോക്കിക്കേ ഇങ്ങോട്ട് നോക്കിക്കേ ഉപ്പേ. ഇങ്ങോട്ട് നോക്ക്. എല്ലാവരും കാണിച്ചേ. നമ്മൾ കണ്ണെഴുതി കാണിച്ചേ. സുന്ദരിയായേ സുന്ദരിയായേ. ഞങ്ങൾ സുന്ദരിയായേ. സുന്ദരിയായി കേസ്, ഞങ്ങൾ സുന്ദരിയായി. എന്നാ തരാം തരാം. അത് നിങ്ങൾക്കുള്ളൊരു സാധനം വെച്ചിട്ടുണ്ട്, എടുത്തോണ്ട് വരാം കേട്ടോ. എടുത്തോണ്ട് വരാവേ. ഇനി നമുക്ക് ഇവർക്ക് എന്തെങ്കിലും കഴിക്കാനുള്ളത് ക്യാച്ചിട്ട് കൊടുത്താൽ പിടിക്കുമോ നോക്കിയാലോ? നമുക്ക് അത് പ്രാക്ടീസ് ചെയ്യിക്കാം. ഓക്കെ.
എടുക്കടാ. റാംബോ എന്നാടാ തപ്പുന്നേ? റാംബോയ് നീ എന്നാ തപ്പുന്നേ? പോപ്പി കയറി. ഏ പോപ്പിക്ക് മനസ്സിലായി അവിടെ എന്തോ കഴിക്കാനുണ്ടെന്ന്. അതാ പോപ്പി കിടന്നുകൊണ്ട് എല്ലാവരോടും വന്ന് ചോദിക്കുക എടുത്തു കൊടുക്കാൻ. ആണ്ടേ ആ ഇപ്പം എടുക്കും. എടുക്ക്. എന്തുവാടാ റാംബോ? ഏ എടുക്ക്. എന്നാപ്പാ നമുക്കിനി വെളിയിലിറങ്ങിയേ ഇവരെ ക്യാച്ച് എടുക്കാൻ പഠിപ്പിക്കാം. ഓക്കെ പോപ്പി കാണിക്കുന്നതാണ്. പോപ്പി ഇന്നലെ ഓടിപ്പോയി പിന്നെ ഞങ്ങൾ തുടരലാണ് ഇടുന്നത്. അഴിച്ചു വിട്ട് അവൾ അന്നേരം വിട്ടു പോകും. നീ ഫുഡ് കഴിക്കുന്നതുകൊണ്ട് എന്നാ പറഞ്ഞാലും അനുസരിച്ചോളും. റാംബോ ഒന്ന് അയ്യോ പോപ്പി 0 റാംബോ 1. പോപ്പി 1. റാംബോ 2. പോപ്പി നീങ്ങിരി, പുറോട്ട് നീങ്ങിരി, നീങ്ങിരി, അങ്ങോട്ട് നീങ്ങിരി. ആ നീങ്ങു, ആ ആ നീങ്ങു നീങ്ങി, ഇരി 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 ഇരി. ഓ അയ്യോ കിട്ടി, പക്ഷേ ക്യാച്ച് പിടിച്ചില്ല. കേസ് നീങ്ങിരി, ആ നീങ്ങിരി, ആ സിറ്റ് സിറ്റ്, ആ 3-1. ഗുഡ് ബോയ് ഗുഡ് ബോയ്. പോപ്പി ക്യാച്ച്. റാംബോ എടുത്തേ. കേറി നിക്ക് പോപ്പി. റാംബോ എടുത്തില്ലേ അത്? എന്റെ കൈ വഴിക്ക് വരും. No, 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 no. Sit, sit, sit. Shake hand. Shake hand. Poppy, shake hand. Shake hand another. Shake hand. Shake hand. Hey, good girl, good girl, good girl. Good girl, good girl, good girl. Rambo, sit. Perdu vada. Rambo, perdu. Perdu va. Rambo, bro. Sit. Sit. Shake hand. No. Shake hand. Shake hand another. ഗുഡ് ബോയ് ഗുഡ് ബോയ്. ഹൈഫൈ കൊടുത്താ നീ, ഹൈഫൈ താ റാംബോ, ഹൈഫൈ തന്നാ തരാം. ഏയ് ഹൈഫൈ തന്നാ തരാം. ഹൈഫൈ 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 താ റാംബോ, സിറ്റ് ഹൈഫൈ താ. ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ്. അയ്യോ എന്റെ കൈ അടിക്കാന്നല്ല പറഞ്ഞു രണ്ടിനോട്. പോപ്പി സിറ്റ്, പോപ്പി ഗുഡ് ഗേൾ ഗുഡ് ഗേൾ. പോപ്പി സിറ്റ് സിറ്റ് സിറ്റ്. നീ റാംബോയ്ക്കാ, പോപ്പിങ്ങ് മാറിയില്ലേ. റാംബോ എന്നാ, റാംബോ അങ്ങോട്ട് മാറി നിൽക്ക്. റാംബോ ഇങ്ങോട്ട് മാറി നിൽക്ക്. പോപ്പി ഇവിടെ നിൽക്ക്. റാംബോ അവിടെ നിൽക്ക്. പോപ്പി ഇങ്ങോട്ട് വാ. സിറ്റ് 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 സിറ്റ്. പോപ്പി സിറ്റ് സിറ്റ് സിറ്റ്. നാണ് അവിടെ കയറി നിൽക്ക്, കയറി നിൽക്ക്. സിറ്റ് സിറ്റ്. 2-3. പോപ്പിങ് മാറ്, പോപ്പിങ് മാറ്, പോപ്പിങ് മാറി. അവിടെ റാംബോ അവിടെ വാ, അവിടെ വാ. പോപ്പിങ് മാറ്. റാംബോ ഇല്ല, പോപ്പിങ് വാ. റാംബോ അവിടെ ഇരി. പോപ്പിങ് വാ. 4. ഇനി പോപ്പി കയറി. പോപ്പി കയറി. പോപ്പി ഇവിടെ കയറി, ഇവിടെ കയറി. പോപ്പി ആടി കയ്യിൽ നിന്ന് പിടിക്കാൻ കമോ കമോ. നോക്കോ. ചാട്. പിടി പിടി. കിട്ടില്ല. പിടി അതോടെ പിടി. പോപ്പി പിടി പിടി. പിടി. ഗുഡ് ഗേൾ ഗുഡ് ഗേൾ. എത്ര? 3-4. ജംപ്. റാംബോ ജംപ് ചെയ്യുന്നു അവിടെ. റാംബോ കമാൻ ജംപ്. റാംബോ ജംപ്. ജംപ്. പിടി. റാംബോ ജംപ്. പിടി പിടി. രണ്ടുപേർക്ക് രണ്ട് കൈ കൊടുക്കാവേ. രണ്ട് കൈ കൊടുക്കാവേ. പോപ്പി കമോ. റാംബോ കമോ. പോപ്പി കൊണ്ടുപോയേ. നിക്കടാ റാംബോ നിക്ക്. ഗുഡ് ഗേൾ ഗുഡ് ഗേൾ. റാംബോ ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ്. കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. തീർന്നു 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 തീർന്നു. ഇനിയും ഉണ്ട്. കഴിഞ്ഞു കഴിഞ്ഞേ. ഇന്നത്തെ ക്യാച്ച് പ്രാക്ടീസ് കഴിഞ്ഞ്. തപ്പു കഴിഞ്ഞ് അവിടെ എവിടെയെങ്കിലും കിടപ്പുണ്ടോ?
ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ക്യാച്ചിങ് പ്രാക്ടീസ് ഒക്കെ രണ്ടുപേരും നല്ലപോലെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നാളെ നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരാം. അപ്പം ഈ ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ. ബൈ.